നിന്റെ 30 ഡേയ്സ് ചാലഞ്ച് തരാൻ ഇനി എത്ര ദിവസമുണ്ട്? 4 ദിവസം. സസ്റ്റൈനബിൾ ബാലൻസ്ഡ് ഡയറ്റാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ ഇടയ്ക്ക് ഞാൻ പലവട്ടം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ എല്ലാ ദിവസവും എല്ലാ നേരവും വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഡയറ്റ് എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാണ് ഉള്ളി വരുന്നത്. അതിന് കാരണം ചിലപ്പോൾ ഡയറ്റ് എന്ന് കേൾക്കുന്നത് അവർ പുഴുങ്ങിയ ചിക്കൻ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. ഈ പേടി മാറ്റുവാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളൊരു സുപ്രഭാതത്തിൽ കയറി കാലറി ഡെഫിസിറ്റ് ഡയറ്റ് വലിയ പ്ലാൻ ഇട്ടാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമതായി ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്ത് പെർഫെക്ഷൻ നോക്കാണ്ട് ആ ട്രാക്കിലോട്ട് വരാൻ ട്രൈ ചെയ്യും. മൂന്നാമതായി പോഷൻ കൺട്രോൾ ചെയ്ത് റെഗുലറായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. നാലാമതായി പ്രോപ്പറായിട്ടുള്ള ഉറക്കവും വാട്ടർ ഇൻടേക്കും സെറ്റ് ചെയ്യുക. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി. ഡയറ്റ് എന്നുള്ളത് ഒരു 3 മാസത്തേനോ 6 മാസത്തേനുള്ള ട്രാൻസ്ഫോർമേഷൻ ജേർണി അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈഫ് ലോങ് മുന്നോട്ടുണ്ടാകാനുള്ള ഒരു ഹാബിറ്റ് ആയിരിക്കണം അത്.